പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. 3 ബന്ധമില്ലാത്ത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനല്ല ദാദാഭായ് നവറോജി. ഓക്കെ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലകൻ, ലാലാ ലജ്പത് റായ്, സുഭാഷ് ചന്ദ്രബോസ്, ബിപിൻ ചന്ദ്രപാൽ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലകനാണ് കറക്റ്റ് ആൻസർ. ബാലഗംഗാധര തിലകൻ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. ഇവയെല്ലാം ശരിയാണ് എന്നതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം കർഷകരുടെ ദുരിതങ്ങളും കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ എല്ലാം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങളാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? മാഡം ഭിക്കാജി ഗാമ, അരുണ ആസഫ് അലി, സരോജിനി നായിഡു, ആനി ബസന്റ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫ് അലിനെയാണ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? വി.ഡി. സവർക്കർ, ഭഗത് സിംഗ്, സൂര്യസെൻ, രാജ്ഗുരു. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? സൂര്യസെൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മലബാർ കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണം. ഇതെല്ലാം അതിനോട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അപ്പോൾ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. ഇതൊക്കെ മലബാർ കലാപത്തിൻ്റെ ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. കുണ്ടറ വിളംബരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം.
ഇതിലേതായിരിക്കും കറക്റ്റ് ആൻസർ? സി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഫസ്റ്റ് കുണ്ടറ വിളംബരം, പിന്നെ മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം. ഓക്കെ. ഇനി ചേരുംപടി ചേർക്കുക. നവോത്ഥാന നായകർ സംഘടനകൾ: അയ്യങ്കാളി സമത്വ സമാജം, പൊയ്കയിൽ ശ്രീകുമാരൻ, ശ്രീ ഗുരുദേവൻ, സാധുജന പരിപാലന സംഘം, വാഗ്ഭടാനന്ദ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, വൈകുണ്ഠ സ്വാമികൾ, ആത്മവിദ്യാ സംഘം. ഇത് നമ്മൾ ചേരുംപടി ചേർക്കണം. അപ്പം ഇതിലേതാണ് കറക്റ്റ് ആൻസർ? വൈകുണ്ഠ സ്വാമികൾ, സമത്വ സമാജം. അതായത് ബി ആണ് ആൻസർ. സോറി, എ ആണ് ആൻസർ. എ ആണ് ആൻസർ എങ്കിൽ 1 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, 2 പൊയ്കയിൽ ശ്രീകുമാരാനന്ദ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ദർശനമാല, വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം, ദേവദശകം. ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണമാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി. അടുത്തത്, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം, ടി.കെ. മാധവൻ നേതൃത്വം നൽകി, എ.കെ. ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു, മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. അപ്പം ശരിയായത് നമുക്കറിയാം, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ്. 2 ടി.കെ. മാധവനാണ് നേതൃത്വം നൽകിയത്, മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നയിച്ചത്. അപ്പം ബി. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? 1950 നവംബർ 26, 1947 ആഗസ്റ്റ് 15, 1950 ജനുവരി 26, 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. 6 മുതൽ 12 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ 86-ാം ഭേദഗതി 2002. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 4A ആണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതായിരിക്കും? നമുക്കെല്ലാവർക്കും അറിയാം, സ്വത്തവകാശം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകാത്ത മൗലിക അവകാശങ്ങളിൽ പെടാത്തത് സ്വത്തവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസാവകാശം, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വത്തവകാശമാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്?
താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്താണ്? ബ്രിട്ടൻ, ബ്രസീൽ, ഇന്ത്യ, ഓസ്ട്രേലിയ. ബ്രിട്ടൻ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. നമുക്ക് ആർക്കും അറിയാം, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? വെങ്കയ്യ നായിഡു, ഓം ബിർള, മീര കുമാർ, സുമിത്ര മഹാജൻ. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏവ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. 1982 ആസാമിൽ ഗവർണറായി ചുമതലയേറ്റു. അപ്പം അതിൽ ശരിയായ പ്രസ്താവന ബി എയും സിയുമാണ്. എന്താണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് ആര്? VP മേനോൻ. പിന്നെ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് VP മേനോൻ. ഓക്കെ. താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗീസിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏത്? ഗോവ, പോണ്ടിച്ചേരി, കരാക്കൽ, മാഹി. ഗോവയാണ് ആൻസർ. 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഗോവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആര്? ഹോമി ജെ ബാബ, വിക്രം സാരാഭായ്, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജരാമണ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി നമുക്ക് എല്ലാവർക്കും അറിയാം, വിക്രം സാരാഭായ്. ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബെക്കോറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്? ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബെക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്? ജർമ്മനി, ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ്. റഷ്യന്റെ സഹായത്തോടെയാണ് ബെക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല സ്ഥാപിച്ചത്. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് മാനവശേഷി വികാസം, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം, സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് സുസ്ഥിര വികസനമാണ്. സുസ്ഥിര വികസനം ബാക്കി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.